ശ്രീ പി എസ് സുബാൽ, അങ്ങേക്ക് 11 മിനിറ്റ്. സാർ, ഈ ബഡ്ജറ്റിനെ ശക്തമായി പിന്തുണയ്ക്കുകയാണ് സാർ. സാർ, ഇന്ന് പ്രതിപക്ഷ നാടകമാണ് നമ്മൾ സഭയിൽ കണ്ടത്. സാർ, ജനകീയ പ്രശ്നങ്ങളിൽ നിന്ന് അവരെ കാര്യങ്ങൾ വഴിതിരിച്ച് വിടാൻ ശ്രമിക്കുകയാണ്. സാർ, ഇവിടെ മുഖ്യമന്ത്രിയും നിയമമന്ത്രിയും പറഞ്ഞു ഹൈക്കോടതി നിർദ്ദേശമനുസരിച്ചുള്ള SIT അന്വേഷണമാണ് നടക്കുന്നത്. സാർ, ഇതിലെ പ്രധാന പ്രതി എന്ന് പറയുന്നത് ഉണ്ണികൃഷ്ണൻ പൊറ്റിയാണല്ലോ സാർ. എത്ര തവണയാണ് സോണിയാഗാന്ധിയുടെ വീട്ടിൽ അദ്ദേഹം പോയത് കോൺഗ്രസ് MPയോടൊപ്പം? അതിനെക്കുറിച്ച് ഇവർക്ക് ഒരു മറുപടിയും ഇല്ലല്ലോ സാർ. സാർ, കോൺക്രീറ്റ് കൊടിമരം ചിതലരിച്ചു എന്നുള്ള റിപ്പോർട്ട് കൊടുത്തത് ആരാണ് സാർ? സാർ, ശബരിമലയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ ക്രമക്കേടുകളുടെ മുഖ്യ പങ്കാളികളെന്ന് പറയുന്നത് കോൺഗ്രസ്സാണ്. സാർ, ഇടതുപക്ഷം ശക്തമായിട്ടുള്ള നിലയെടുത്തു. എന്താണ്? ഉപ്പ് തിന്നവൻ വെള്ളം കുടിക്കണം, ആരാണെങ്കിലും. ശക്തമായിട്ടുള്ള അന്വേഷണം ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുകയാണ്. സാർ, ഇവിടെ എന്താണ് പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഇതിപ്പോൾ കേരളത്തിൻ്റെ ഇതെല്ലാം കനകോലുവിൻ്റെ നിർദ്ദേശം അനുസരിച്ചാണ്. കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ VD സതീശനല്ല സാർ. ഇപ്പോൾ കനകോലുവാണ് കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ്. അതനുസരിച്ചാണ് കാര്യങ്ങൾ ഇവിടെ നടക്കുന്നത്. VD സതീശൻ വെറും ഡെമ്മിയാണ് സാർ. ആ സീറ്റിൽ ഇരിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. സാർ, ചരിത്രത്തിലെ ഏറ്റവും വലിയ കേന്ദ്ര അവഗണനയാണ് കേരളത്തോട് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത്. നമ്മുടെ കേരളീയരെ പരിഹസിക്കുകയല്ലേ സാർ ചെയ്യുന്നത്? സാർ, ഹൈസ്പീഡ് റെയിലില്ല, വിഴിഞ്ഞത്തിന് സഹായമില്ല, റെയിൽവേ സോണില്ല, ശബരി റെയിൽപാതയ്ക്ക് പണമില്ല. സാർ, എയിംസ് ഇല്ല. സാർ, എയിംസ് വരും എന്ന് പറഞ്ഞൊരു കേന്ദ്ര മന്ത്രിയുണ്ട് സാർ. അദ്ദേഹം പറഞ്ഞ വാക്കൊന്നും ഞാനിവിടെ പറയുന്നില്ല. അതിന് കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. സാർ, ആമയെ സംരക്ഷിക്കുന്ന പദ്ധതിയൊക്കെ നല്ലതാണ് സാർ. പക്ഷേ മനുഷ്യനെ സഹായിക്കുന്ന പദ്ധതി കൂടി വേണ്ടേ സാർ? സാർ, ഇവിടെ ധാതു ഇടനാഴി അവർ പ്രഖ്യാപിച്ചു. സാർ, അത് സ്വകാര്യ കുത്തക ലോബികളെ സഹായിക്കാൻ വേണ്ടിയല്ലേ സാർ? കേരളത്തിൻ്റെ ധാതു സമ്പത്ത് സ്വകാര്യ മേഖലയ്ക്ക് തീരെഴുതാൻ വേണ്ടിയല്ലേ സാർ? സാർ, ഇവിടെ കഴിഞ്ഞ 10-12 വർഷക്കാലമായി രാജ്യത്ത് മോദി ഭരിക്കുകയാണ് സാർ. കേരളത്തിന് എന്തെങ്കിലും തന്നിട്ടുണ്ടോ? ഒന്നും തന്നിട്ടില്ല സാർ. ഇടയ്ക്കിടയ്ക്ക് അദ്ദേഹം കേരളത്തിൽ വരും, ഒരു മൈതാന പ്രസംഗം നടത്തും, പോകും. ഇവിടെ മേയറെയൊക്കെ അദ്ദേഹം കെട്ടിപ്പിടിക്കും. പക്ഷേ അവിടെ ചെന്നിട്ട് ഒരു സഹായവുമില്ല, ഒരു ബ്ലൂ പ്രിൻറ്റും ഇല്ല നഗരവികസനത്തിന് വേണ്ടി. കേരളത്തിലെ BJP നേതാക്കന്മാരെ സംബന്ധിച്ചിടത്തോളം വലിയ വായിലൊക്കെ വർത്താനം പറയും സാർ. BJP എന്ന് പറയുന്ന പാർട്ടി തന്നെ യഥാർത്ഥത്തിൽ ഒരു വടക്കേന്ത്യൻ ലോബി നിയന്ത്രിക്കുന്ന ഒരു പാർട്ടിയാണ് സാർ. കേരളം അടക്കമുള്ള ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളോട് ജനങ്ങളോട് പരമ പുച്ഛമുള്ളൊരു പാർട്ടിയാണ് സാർ. അവർ കേരളത്തെ സഹായിക്കത്തില്ലെന്ന് മാത്രമല്ല, കേരളത്തെ ദ്രോഹിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല സാർ. സാർ, യഥാർത്ഥത്തിൽ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് കേരളത്തോട് എപ്പോഴും അവഗണനയല്ലേ കാണിച്ചിട്ടുള്ളൂ? എന്തെങ്കിലും ഒരു പദ്ധതി നമുക്ക് നൽകിയിട്ടുണ്ടോ? ഇവിടെ 2018-ലും 2019-ലും പ്രളയ ദുരന്തമുണ്ടായി, ഒരു സഹായവും ചെയ്തിട്ടില്ല. കേരളം അതിൻ്റെ കരുത്തുകൊണ്ട് മുന്നോട്ട് പോയതാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ. സാർ, വയനാട് ദുരന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ദുരന്തവുമായി ബന്ധപ്പെട്ട് നമ്മുടെ പ്രധാനമന്ത്രി ഇവിടെ വന്ന് മീറ്റിംഗ് വിളിച്ചു, സ്ഥലമെല്ലാം കണ്ടു, എല്ലാം പ്രഖ്യാപിച്ചു. പക്ഷേ ഒരു സഹായവും വയനാടിനുണ്ടായിട്ടില്ല എന്നുള്ളതാണ്. സാർ, പൊതുമേഖലാ ബാങ്കുകളുമായി ബന്ധപ്പെട്ട കടം എഴുതി തള്ളുമെന്ന് പറഞ്ഞു, ഒരു കടവും എഴുതി തള്ളിയില്ല. സാർ, കേരളത്തിലെ ഇച്ഛാശക്തിയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ആ ദുരന്തത്തിനിരയായിട്ടുള്ളവരെ ചേർത്ത് പിടിച്ചുകൊണ്ട് അവർക്ക് പുനരധിവാസവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ശക്തമായി നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുകയാണ് സാർ. സാർ, കോൺഗ്രസ് നിർമ്മിക്കാമെന്ന് പറഞ്ഞ വീടും പ്രധാനമന്ത്രി പറഞ്ഞ ധനസഹായം ഒരുപോലെയാണ് സാർ. രണ്ടുമില്ല സാർ. 2 കേന്ദ്രമന്ത്രിമാർ കേരളത്തിൽ നിന്നുണ്ട് സാർ. ഇവരൊരു നോക്കുകുത്തികളായി അവർ കേരളത്തിൽ വന്ന് കേരളത്തിൻ്റെ ചെലവിൽ സഞ്ചരിച്ച് കേരളത്തിനെതിരായിട്ട് വർത്തമാനം പറഞ്ഞുകൊണ്ട് നടക്കുന്ന 2 കേന്ദ്രമന്ത്രിമാരാണ്. അവരെ കൊണ്ട് എന്ത് പ്രയോജനം സാർ കേരളത്തിനുള്ളത്? സാർ, അങ്ങനെ ഈ അവഗണന തുടരുകയാണ് സാർ. ഈ കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരായിട്ടുള്ളൊരു സമരം നടത്തുവാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ ഇടതുപക്ഷത്തിൻ്റെ നേതൃത്വത്തിൽ മുഖ്യമന്ത്രി അടക്കം ഡൽഹിയിൽ പോയി സമരം നടത്തി. ആ സമരത്തിന് അവരെ ക്ഷണിച്ചു. പക്ഷേ അവർ ആരും പങ്കെടുത്തില്ല എന്ന് മാത്രമല്ല, അവിടെ പങ്കെടുക്കേണ്ട കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ പങ്കെടുക്കരുത് എന്നുള്ള തരത്തിൽ അവരോട് കാര്യങ്ങൾ പറഞ്ഞു. ആരും പങ്കെടുത്തില്ല. ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അങ്ങനെ ഒരു സമരത്തിൽ അവർ പങ്കാളിയായോ? അവരൊരു കേന്ദ്രവിരുദ്ധ നിലപാട് ഏതെങ്കിലും ഘട്ടത്തിൽ സ്വീകരിച്ചിട്ടുണ്ടോ? കേന്ദ്ര സർക്കാർ സാമ്പത്തികമായി സംസ്ഥാന സർക്കാരിനെ ശ്വാസം മുട്ടിക്കുമ്പോഴും അതറിയാം, അവർക്ക് നല്ലതുപോലെ അറിയാം. പക്ഷേ കേന്ദ്രത്തിന് അനുകൂലമായിട്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിനെ വിമർശിക്കാനാണ് ശ്രമിക്കുന്നത്. കേന്ദ്രത്തിനെതിരായിട്ടുള്ള ഒരു നിലപാട് അവർ സ്വീകരിക്കുന്നില്ല. സാർ, ഇവിടെ സംസ്ഥാന ബഡ്ജറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ സാർ.
സാറേ, നമ്മുടെ രാജ്യത്ത് ഏറ്റവും മാതൃകാപരമായിട്ടുള്ള ഒരു ബഡ്ജറ്റല്ലേ നമ്മുടെ ധനകാര്യമന്ത്രി അവതരിപ്പിച്ചത്. ഇതിനപ്പുറത്തൊരു ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ കഴിയുമോ സാർ? സമസ്ത മേഖലയെയും ബന്ധപ്പെടുത്തിക്കൊണ്ട്, എല്ലാ വിഭാഗം ജനങ്ങളെയും ബന്ധപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ നാടിൻ്റെ ക്ഷേമം ഉറപ്പാക്കുന്ന തരത്തിൽ ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു ബഡ്ജറ്റല്ലേ സാർ അവതരിപ്പിച്ചത്. സാർ, ഇവിടെ സർക്കാർ ജീവനക്കാരുടെ DA കുടിശ്ശിക അത് കൊടുക്കാൻ തീരുമാനിച്ചു, ശമ്പള പരിഷ്കരണം നടപ്പാക്കാൻ തീരുമാനിച്ചു, അശ്വാടി പെൻഷൻ അത് നടപ്പാക്കാൻ തീരുമാനിച്ചു. തൊഴിലുറപ്പ് പദ്ധതിയിൽ കഴിഞ്ഞ ഓണത്തേക്കാൾ 1000 കോടി രൂപയാണ് അധികമായി വെച്ചിരിക്കുന്നത്. സഹകരണ ജീവനക്കാർക്കും പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ ജീവനക്കാർക്കും തൊഴിലാളികൾക്കുമെല്ലാം ഈ മെഡിസപ്പ് മാതൃകയിൽ ഇൻഷുറൻസ് പദ്ധതിയാണ് സാർ. ഇവിടെ ഓട്ടോറിക്ഷ, ടാക്സി, ലോട്ടറി തൊഴിലാളികൾക്ക് പ്രത്യേകമായി ഇൻഷുറൻസ് പദ്ധതി ഏർപ്പെടുത്തിയിരിക്കുകയാണ് സാർ. അതിൻ്റെ ഒരു വിഹിതം നമ്മുടെ സംസ്ഥാന ഗവൺമെൻറ്റാണ് അടയ്ക്കുന്നത്. വിദ്യാഭ്യാസം നമ്മുടെ ഡിഗ്രി തലം വരെ സൗജന്യമാക്കി മാറ്റിയിരിക്കുകയാണ് സാർ. അംഗൻവാടി ആശാ വർക്കർമാർ ഓണറേറിയം അവരുടെ എല്ലാം വർദ്ധിപ്പിക്കുന്ന നിലപാട് സ്വീകരിച്ചു സാർ. ക്യാൻസർ രോഗബാധിതർ അടക്കമുള്ളവർക്ക് പെൻഷൻ 1000 രൂപ വർദ്ധിപ്പിക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള തീരുമാനമാണ് ഗവൺമെൻറ് എടുത്തത് സാർ. ഇതൊരു വയോജന സൗഹൃദ ബഡ്ജറ്റല്ലേ സാർ? അതിന് മുൻഗണന കൊടുത്തുകൊണ്ട് 46,236 കോടി രൂപയാണ് സാർ ആ മേഖലയ്ക്ക് വേണ്ടി നീക്കിവെച്ചത്. സാർ, ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനം നീക്കി വെച്ചിട്ടുണ്ടോ? കേന്ദ്ര ഗവൺമെൻറ് നീക്കി വെച്ചിട്ടുണ്ടോ സാർ? ഇവിടെ ശബരിമലയുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ അങ്ങ് രാഷ്ട്രീയം കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ് സാർ. കേന്ദ്ര ഗവൺമെൻറ് നമുക്കറിയാം ഒരുപാട് നദീ പദ്ധതികൾക്ക് പണം അനുവദിച്ചു. പക്ഷേ കേരളത്തിൽ ഏതെങ്കിലും ഒരു പദ്ധതിക്ക് പണം അനുവദിച്ചോ? പമ്പാ നദിക്കെങ്കിലും പണം അനുവദിച്ചോ? അതിനുവേണ്ടി 60 കോടി രൂപയല്ലേ സാർ സംസ്ഥാന ഗവൺമെൻറ് നീക്കിവെച്ചത്. ശബരിമല മാസ്റ്റർ പ്ലാനിന് വേണ്ടി 30 കോടി രൂപയല്ലേ സാർ നീക്കിവെച്ചത്. സാർ, ഇവിടെ UDFനും BJPക്കും ഇതൊരു രാഷ്ട്രീയ പ്രശ്നമാണ് ശബരിമല. അവർ കേന്ദ്ര ഗവൺമെൻറ് 1 ഇഞ്ച് സ്ഥലം പോലും ശബരിമലയുടെ വികസനത്തിന് വേണ്ടി നൽകിയിട്ടില്ല എന്നുള്ളത് നമുക്കറിയാം. അതൊന്നും നൽകാതെ രാഷ്ട്രീയമായിട്ട് ഇത് ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. UDFനും BJPക്കും ശബരിമല ഒരു രാഷ്ട്രീയ ആവശ്യമാണ് സാർ. LDFന് ഇത് ജനങ്ങളുടെ ഒരു വിശ്വാസ പ്രശ്നം മാത്രമാണ് സാർ. അതിനുവേണ്ടി ശബരിമലയുടെ വികസനത്തിന് വേണ്ടി ശക്തമായി ഇടപെട്ട് പ്രവർത്തിക്കുന്ന ഒരു സർക്കാരാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ. സാർ, ഇവിടെ UDF വരുമെന്നുള്ള ഒരു ദിവാസ്വപ്നത്തിൽ അവർ കഴിയുകയാണ് സാർ. UDF വന്നാൽ ഉള്ള സ്ഥിതി എന്താണ് എന്നുള്ളത് ആർക്കാണ് അറിയാത്തത്? സർക്കാർ ജീവനക്കാരോട് എന്താണ് പറഞ്ഞത്? അവർക്ക് 1 മാസം ഓഫീസ് അടഞ്ഞു കിടന്നാലും കുഴപ്പമില്ലെന്നാണ് മുഖ്യമന്ത്രി, അന്നത്തെ UDFൻ്റെ മുഖ്യമന്ത്രി അടക്കം പറഞ്ഞത്. സാർ, പാഠപുസ്തകം അന്നുണ്ടായിരുന്നു. ഒരു 6 സമരമെങ്കിലും ഇല്ലാതെ പാഠപുസ്തകം വരത്തില്ല സാർ. എത്ര സ്കൂളുകൾ ആണ് സാർ UDFൻ്റെ കാലത്ത് പൂട്ടിയത്? ആരോഗ്യമേഖലയുടെ അവസ്ഥ എന്താണ് സാർ? വളരെ പരിതാപകരമായിരുന്നില്ലേ? ഡോക്ടർമാരുണ്ടായിരുന്നോ? മരുന്നുണ്ടായിരുന്നോ? പവർ കട്ട്, ലോഡ് ഷെഡിങ്ങും പവർ കട്ടും കറണ്ട് ഉള്ള സാഹചര്യങ്ങൾ കേരളത്തിൽ ചുരുക്കമായിരുന്നു സാർ. സാർ, നമ്മുടെ സാമൂഹിക സുരക്ഷാ പെൻഷൻ എത്ര മാസമാണ് സാർ ഇവർ കുടിശ്ശികയാക്കിയത്? പാവപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ കഴിയുന്ന സാഹചര്യം ഉണ്ടായിരുന്നോ സാർ? നിയമന നിരോധനമായിരുന്നില്ലേ? LDF ഗവൺമെൻറ് കാലത്ത് റിക്കാർഡ് PSC നിയമനമല്ലേ സാർ നടത്തിയ? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ നിയമനം നടത്തിയ ഒരു ഗവൺമെൻറ്റാണ് കേരളത്തിലെ LDF ഗവൺമെൻറ്. അവർ വന്നാൽ നിയമന നിരോധനമായിരിക്കില്ലേ സാർ? റോഡുകളെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് അതിലൂടെ സഞ്ചരിച്ചാൽ നടപടിയുമായിരുന്നു. അതല്ലേ സ്ഥിതി? ശിവഗിരിയിൽ നമ്മുടെ സ്വാമിമാരുടെ തലയ്ക്ക് ലാത്തി കൊണ്ട് അടിച്ചു പൊട്ടിച്ച അനുഭവം കേരളത്തിലുണ്ടായില്ലേ സാർ? എത്ര വർഗീയ സംഘർഷങ്ങളാണ് സാർ മാറാടക്കം കേരളത്തിലുണ്ടായത് സാർ? അങ്ങനെ നിരവധിയായിട്ടുള്ള കാര്യങ്ങൾ. വേളാങ്കണ്ണി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി യൂണിഫോം ഇല്ലാതെ മരിച്ചത്, ആത്മഹത്യ ചെയ്തത് UDFൻ്റെ ഭരണകാലത്തല്ലേ സാർ? രജനി എസ് ആനന്ദ് എന്ന് പറഞ്ഞ പെൺകുട്ടി പഠിക്കാൻ മാർഗമില്ലാതെ ആത്മഹത്യ ചെയ്തത് UDFൻ്റെ ഭരണകാലത്തല്ലേ സാർ? ജോഗി എന്ന ആദിവാസി യുവാവ് ഭൂമിക്ക് വേണ്ടി സമരം നടത്തി വെടിയേറ്റ് മരിച്ചത്, വെടിവെച്ചത് UDFൻ്റെ പോലീസല്ലേ സാർ? ആ ജോഗിയുടെ മകന് ജോലി കൊടുത്തത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരല്ലേ സാർ? സാർ, അങ്ങനെ അഴിമതി, തമ്മിലടി, ഇവരുടെ ഭരണം വീണ്ടും വരണമെന്ന് പറയുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ അത് നമുക്കറിയാം, അത് ആ നിലയിൽ തന്നെ കാണുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല സാർ. ഞാൻ ഒരുപാട് കാര്യങ്ങളിലേക്ക് പോകുന്നില്ല സാർ. ഇവിടെ നമ്മുടെ ചില കാര്യങ്ങൾ കൂടി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധയിൽ ഈ സന്ദർഭത്തിൽപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് സാർ. സാർ, ഇവിടെ റേഷൻ കമ്മീഷൻ കടകൾക്ക് വർദ്ധിപ്പിക്കുകയുണ്ടായി സാർ. സാർ, അവരുടെ ക്ഷേമനിധി പ്രവർത്തനം നടത്താൻ കൂടി കുറച്ച് പൈസ അനുവദിക്കണം. കുറഞ്ഞ 2 കോടി രൂപയെങ്കിലും അനുവദിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് സാർ. അതുപോലെ തന്നെ നമ്മുടെ കർഷക ക്ഷേമനിധി ബോർഡിൻ്റെ പ്രവർത്തനം ആരംഭിക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് സാർ. ഇവിടെ വനമേഖലയുമായി ബന്ധപ്പെട്ട് സ്വയം പുനരധിവാസ പദ്ധതി ഗവൺമെൻറ് നടപ്പാക്കിയുണ്ടായി സാർ. സാർ, അതിന് 2ാം ഗഡു കൊടുക്കുന്നതിനാവശ്യമായിട്ടുള്ള പണം അനുവദിക്കണമെന്ന് ഞാൻ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സാർ.
അതുപോലെ തന്നെ നമ്മുടെ വർഷങ്ങളായി ജോലി ചെയ്യുന്ന കരാർ ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. തോട്ടം മേഖലയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സാർ. അവിടെ ശമ്പള വർധനവുമായി ബന്ധപ്പെട്ട നടപടികൾ സ്വീകരിക്കും എന്നുള്ള തരത്തിൽ ബഹുമാനപ്പെട്ട തൊഴിൽ മന്ത്രി പറയുകയുണ്ടായി. അത് വേഗത്തിൽ നടപ്പാക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് സാർ. സാർ, RPL തൊഴിലാളികൾ അവിടെ താൽക്കാലികമായി ജോലി ചെയ്യുന്ന തൊഴിലാളികളെ സ്ഥിരപ്പെടുത്തുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ കർഷക തൊഴിലാളികളുടെ അതിവർഷ ആനുകൂല്യം നൽകുന്നതിന് ആവശ്യമായിട്ടുള്ള തുക അനുവദിക്കുന്നതിന് പ്രത്യേകമായി ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. നിർമ്മാണ തൊഴിലാളികളുടെ ക്ഷേമനിധിയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ കുടിശ്ശിക നൽകിക്കൊണ്ടിരിക്കുകയാണ്. അത് പൂർണ്ണമായും കൊടുത്തു തീർക്കുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അങ്ങയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ് സാർ. സ്പെഷ്യൽ സ്കൂൾ അധ്യാപകരുടെയും ജീവനക്കാരുടെയും വേതന കുടിശ്ശിക നൽകുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുണ്ട് സാർ. ഇവിടെ KSRTCയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കോടിക്കണക്കിന് രൂപയാണ്, 800 കോടിയിലധികം രൂപയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് KSRTCയുമായി ബന്ധപ്പെട്ട് നൽകിയിട്ടുള്ളത് സാർ. അവിടെ ഇപ്പോൾ ലാഭത്തിലേക്ക് നമ്മുടെ KSRTC വന്നുകൊണ്ടിരിക്കുകയാണ് സാറ്. KSRTC ജീവനക്കാരുടെ അതുപോലെ തന്നെ പെൻഷൻകാർ അവരുടെ DA കുടിശ്ശിക നൽകുന്നതിനാവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് സാർ. കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് വളരെ മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെൻറ്റാണ് സാർ. കേരളത്തിലെ സാധാരണ ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഇടപെട്ട് മുന്നോട്ട് പോകുന്ന ഒരു ഗവൺമെൻറ്റാണ് സാർ. സാറ്, കഴിഞ്ഞ 10 വർഷക്കാലമായി അധികാരത്തിലിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ ഈ കേരളത്തിൻ്റെ സർവ്വതോന്മുഖമായ വികസനത്തിന് വേണ്ടി ശക്തമായ നിലപാട് സ്വീകരിച്ച ഗവൺമെൻറ്റാണ് സാർ. മൂന്നാമത് ഒരു ഇടതുപക്ഷ തുടർ ഭരണം കൂടി വരും എന്നുള്ള കാഴ്ചപ്പാടാണ് സാർ കേരളത്തിൽ ഉടനീളം ഉള്ളത് സാർ. അതിനെതിരായിട്ടുള്ള രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള സമരമാണ് സാർ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കേരളത്തിലെ ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് ഈ ബഡ്ജറ്റിനെ ശക്തമായി പിന്തുണയ്ക്കുന്നു. ഈ ബഡ്ജറ്റ് കേരളത്തിൻ്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ ഉതകുന്ന ഒരു ബഡ്ജറ്റാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഞാൻ ഈ ബഡ്ജറ്റിനെ ശക്തമായി പിന്തുണയ്ക്കുകയാണ് സാർ.